ഹലോ, ഈ ഒരു വീഡിയോയിൽ ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തേർഡ് സെമിസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ്. അതിൽ മണി ആൻഡ് ബാങ്കിങ്, അതായത് പണവും ബാങ്കിങ്ങും, ഇതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പണത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നിർവചനം, അതിൻ്റെ ധർമ്മമൊക്കെ നോക്കാം. പല സാമ്പത്തിക ചിന്തകന്മാരും ഈ ഒരു പണത്തെ പല രീതിയിലാണ് ഡെഫിനിഷൻ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വോൾക്കർ, അദ്ദേഹം പറയുന്നതനുസരിച്ച് പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. ഓക്കെ, അതിലിപ്പോൾ പണം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം പണമാണ് എന്നുള്ള കോൺസെപ്റ്റ് പോലെയാണ് പറയുന്നത്. പണം കൊണ്ട് എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതാണ് പണം എന്നാണ് വോൾക്കർ പറഞ്ഞിട്ടുള്ളത്. ജിയോഫ്രി ക്രൗദറുടെ അഭിപ്രായത്തിൽ ഈ ഒരു മൂല്യം അളക്കാനും ശേഖരിച്ചു വെക്കാനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ഒരു പണത്തെ കാണുന്നത്. ഓക്കെ, അതായത് ശേഖരിച്ചു വെക്കാനും എന്തെങ്കിലും വസ്തുവിൻ്റെ മൂല്യം അളക്കാനും ഒക്കെയുള്ള ഒരു ഉപാധിയായിട്ട് ആണ് ഈ ഒരു പണത്തെ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, വിനിമയോപാധിയായിട്ടും വായ്പ തിരിച്ചടയ്ക്കുന്നതിനും അതേസമയം മൂല്യത്തെ അളക്കാനും ശേഖരിച്ചു വെക്കാനുമുള്ള മാർഗമായി പൊതുവിൽ സ്വീകരിക്കപ്പെടുന്നതാണ് പണം എന്നാണ് ജിയോഫ്രി ക്രൗദർ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് മിൽട്ടൺ ഫ്രീഡ്മാൻ്റെ ഡെഫിനിഷൻ നോക്കാം. അദ്ദേഹത്തിൻ്റെ നിർവചനത്തിൽ പണത്തിന് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ ആസ്തികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലിപ്പോൾ കറൻസികൾ, ഡിമാൻഡ് നിക്ഷേപങ്ങൾ എല്ലാം ഉൾപ്പെടുന്നതാണ് പണം എന്നാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഉള്ളതാണ് വോൾട്ടയർ പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം. അതായത് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: പണമാണ് എല്ലാം. അതായത് പണം കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എന്താ നേടാൻ പറ്റുക എന്നതിലൊന്നും അർത്ഥമില്ല, ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാം പണമാണ്, അല്ല പണമാണ് എല്ലാം എന്നുള്ള കോൺസെപ്റ്റാണ് വോൾട്ടയറിന് ഉള്ളത്. ഇനി നമുക്ക് പണത്തിൻ്റെ ധർമ്മങ്ങൾ നോക്കാം. ഫങ്ഷൻസ് ഓഫ് മണി. പണത്തിന് മെയിനായിട്ട് 4 ധർമ്മങ്ങളാണുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് വിനിമയ മാധ്യമമായിട്ട് ഉപയോഗിക്കാം, മൂല്യമാപിനി, മൂല്യശേഖരം, വിളംബിത അടവുകളുടെ മാനദണ്ഡം. ഓക്കെ, ഇതാണ് 4 ധർമ്മങ്ങളായിട്ട് ഫങ്ഷൻസ് ഓഫ് മണി വരുന്നത്. ഈ 4 ധർമ്മങ്ങളിൽ വിനിമയ മാധ്യമവും ആൻഡ് മൂല്യമാപിനി ഇത് രണ്ടും പ്രാഥമിക ധർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതായത് എന്താണ് ഈ പ്രാഥമിക ധർമ്മം പറഞ്ഞാൽ പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രൈമറി ഫങ്ഷൻസ് അഥവാ പ്രാഥമിക ധർമ്മങ്ങൾ എന്ന് പറയുന്നതാണ്. ഓക്കെ, അതിൽപ്പെടുന്നതാണ് വിനിമയ മാധ്യമവും മൂല്യമാപിനിയും. എന്തൊക്കെയാണെന്ന് നോക്കാം. പണത്തെ നമ്മളൊരു വിനിമയ മാധ്യമമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മമാണിത്. എല്ലാ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം നമുക്ക് പണം ഉപയോഗിച്ച് നടത്താനായിട്ട് സാധിക്കും. ഒരു വിനിമയ മാധ്യമം അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പണത്തെ നമുക്കൊരു മൂല്യമാപിനിയായിട്ട് ഉപയോഗിക്കാം, അതായത് മെഷർ ഓഫ് വാല്യൂ. അതായത് ഒരു വസ്തുവിൻ്റെ മൂല്യം പണത്തിൽ പ്രകാശിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, വില, പ്രൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പണം ഒരു മൂല്യം മാത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏതൊരു വസ്തുവിൻ്റെയും സേവനത്തിൻ്റെയും മൂല്യം നമുക്ക് അളക്കുന്നതിന് പണം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് ദ്വിതീയ ധർമ്മങ്ങൾ നോക്കാം. അതായത് ദ്വിതീയ ധർമ്മങ്ങൾ അഥവാ ഡിറൈവ്ഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നത് അല്ലെങ്കിൽ 2 പ്രാഥമിക ധർമ്മങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ്. അതായത് പണത്തിൻ്റെ ദ്വിതീയ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് മൂല്യശേഖരം അഥവാ സ്റ്റോർ ഓഫ് വാല്യൂ, വിളംബിത അടവുകളുടെ മാനദണ്ഡം അഥവാ സ്റ്റാൻഡേർഡ് ഫോർ ഡിഫറൻറ്റ് പേയ്മെൻറ്റ്സ്, അതുപോലെ തന്നെ മൂല്യം മാറ്റം ചെയ്യൽ അതായത് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ഈ 3 ദ്വിതീയ ധർമ്മങ്ങളായിട്ട് വരുന്നത്. അവ ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് മൂല്യശേഖരം. അതായത് വസ്തുക്കളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ശേഖരിച്ച് വെക്കുന്നതിന് പണം സഹായിക്കുന്നത്. അതായത് പണത്തിൻ്റെ രൂപത്തിൽ ഈ ഒരു ധനം എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതിനെയാണ് മൂല്യശേഖരം എന്ന് പറയുന്നത്. നെക്സ്റ്റാണ് വിളംബിത അടവുകളുടെ മാനദണ്ഡം അഥവാ സ്റ്റാൻഡേർഡ് ഫോർ ഡെഫർഡ് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭാവി അടവുകൾ ഉൾക്കൊള്ളുന്ന കരാറിൽ പണം ഒരു മൂല്യമാത്രയായി പ്രവർത്തിക്കുന്നു. അതായത് ഇപ്പം ഇങ്ങനെ ഒരു അടവുകൾ, മുതൽ, പലിശ ഇതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നതിന് നമ്മൾ പണത്തെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ വിളംബിത അടവുകളുടെ മാനദണ്ഡമായിട്ട് പണത്തെ നമ്മൾ കരുതുന്നുണ്ട്. അതാണ് ദ്വിതീയ ധർമ്മങ്ങളിൽ
രണ്ടാമത്തേതായിട്ട് വരുന്നത്. ഇനി മൂല്യം മാറ്റം ചെയ്യലെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം മാറ്റാൻ ഈ ഒരു പണം അല്ലെങ്കിൽ മണി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മൂല്യം മാറ്റം ചെയ്യലെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം മാറ്റാൻ പണം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ദ്വിതീയ ധർമ്മങ്ങളിൽ പെടുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് പണത്തിൻ്റെ ഡെഫിനേഷനും ധർമ്മങ്ങളും നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്